പ്രാങ്ക് ചെയ്യുന്നപ്പോൾ തരികിട സാബു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരികിടയ്ക്ക് ശേഷം വന്ന പ്രാങ്ക് പരിപാടികൾ ജെനുവിൻ അല്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ സമയമായോ? ഇല്ല, എന്ത് പറ്റി? അല്ല, വാടക കൊടുക്കാൻ ഇല്ല, കുഴപ്പമില്ല. അല്ല, പിന്നെ എന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കാൻ? സത്യസന്ധം പറഞ്ഞു, സാബു ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രാങ്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ സിനിമ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് സൂര്യ ടി വി തരികിട എന്നുണ്ട്. അന്ന് സൂര്യ ടി വിയിൽ തരികിട കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, തെറിയൊക്കെ സാബുചേട്ടൻ അടക്കമുള്ളവരൊന്ന് പറയട്ടെ, തെറിയൊക്കെ മ്യൂട്ട് ചെയ്യാതെ വിട്ടുകൊണ്ടിരുന്ന സാഹചര്യമാണ്. കുടുംബത്തിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ തെറി അതുവരെ കേൾക്കാൻ പറ്റുന്നൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പിന്നീടെല്ലാം കാലത്തിൻ്റെ ഒരു കാലാനുസൃതമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സാബുചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നിങ്ങളെ കണ്ടിട്ടാണ്, എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരു മനുഷ്യനാണ്. അന്ന് അയാൾ ചെയ്ത് കൊച്ചുകൂട്ടിയൊരു പരിപാടി ഭയങ്കരമാണ്. അപ്പോൾ പുള്ളിയെ ഭയങ്കര ആരാധനയാണ് ഞാൻ. പുള്ളിയെ കണ്ടിട്ടാണ് ഞാൻ ഈ ഷോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സൂര്യ ടി വിയിലേക്ക് നിരന്തരം നമ്മളെ 25 പൈസ കണ്ടല്ലേ കാർഡിൻ്റെ വില, പോസ്റ്റ് കാർഡ് ആ സമയത്ത് എത്രയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചക്രമായിരിക്കും. ഞാൻ കാലത്തിലുള്ള 25 പൈസ 50 പൈസ 1 രൂപ പരിപാടിയാണ്. അപ്പോൾ അത് 50 പൈസയോ അങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ സ്ഥിരം ഞാൻ ലെറ്റർ എഴുതി വിടുമായിരുന്നു. ആ ലെറ്ററുകളൊക്കെ അവിടെ കിടപ്പുണ്ട്, ആരും നോക്കിയിട്ടില്ല. പിൽക്കാലത്ത് ഞാൻ ഷോ ഗുലുമാൽ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് അതെൻ്റെ പേരിലും അറിയപ്പെട്ടു, എൻ്റെ പേരിലും അറിയപ്പെട്ടു ഒരുപാട് പേരുടെ കൂട്ടത്തിൽ. അപ്പോൾ സാബുചേട്ടൻ അതിനുശേഷം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ചോദ്യത്തിന് അതിനുശേഷം റിയലിസ്റ്റിക് അല്ലെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും പ്രാങ്കിനകത്ത് എവിടെയാണ് ജെന്യൂനിറ്റി? അല്ല, ഇപ്പോൾ പറഞ്ഞില്ലേ എത്തിക്സ് പറഞ്ഞില്ലേ, എത്തിക്സ് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്രാങ്കിനകത്ത് പറഞ്ഞു അധികം പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു മനോഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതൊരു എത്തിക്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അന്ന് എന്നെ സൂര്യ ടി വിന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുഹൃത്തെ അതൊന്ന് പ്രദീപേട്ടനാണ്, പ്രദീപ് മരുതത്തൂരാണ്, അന്ന് ഉണ്ണികൃഷ്ണൊക്കെ എൻ്റെ കോർഡിനേറ്ററുമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരാളെ ഭയപ്പെടുത്തി തമാശ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളിവിടെ ജോലിക്ക് വരുന്നൊരു ബംഗാളിയെ വിളിച്ച് 200 രൂപ എടുത്തു കഴിഞ്ഞാൽ നടന്നു വന്ന ഒരാളെ പുള്ളി ഭയപ്പെടുത്തും. അതെന്നെ കൊണ്ട് പറ്റില്ല. ഭയപ്പെടുത്തൽ മാത്രമല്ല, തമാശ ഉണ്ട്. ഞാനാണെങ്കിൽ വേറെ രീതിയിലേക്ക് ഞാൻ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി തമാശ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തമാശകളൊക്കെ വന്നേക്കാം. അതിനെ ഉപകാരപ്രദമാക്കണം. എനിക്ക് എൻ്റെ വഴിയും വെട്ടിപ്പോണ്ടേ, നമുക്കൊരു ഐഡൻറ്റിറ്റി വേണ്ടേ. നമുക്ക് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കൽ മാത്രമല്ലല്ലോ പ്രാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായി, എങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ തുടരാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വഴിക്കും അങ്ങനെ ചെയ്യാവുന്നൊരു സാധ്യതയിലേക്കാണ് ഞാൻ വന്നിട്ടൊരു മാറ്റം ഉണ്ടാക്കിയത്. അതെൻ്റെ ഒരു മനോഭാവം തന്നെയാണ്, ഭയപ്പെടുത്തണ്ട എന്നുള്ളത്. പിന്നെ താങ്കൾ ചോദിച്ചാൽ അതിന് ജെന്യൂനിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് എതിർക്കേണ്ടി വരും. അങ്ങനെ ലോകത്തെ എല്ലാവരും ചെയ്തു. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പുതിയ കുട്ടികൾ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നത്, ഒരു പയ്യം കിടന്നതിൽ ഇടി കിട്ടുന്നുണ്ട്. അതൊക്കെ ജെന്യൂനിറ്റി കൂടിയതിൻ്റെ പ്രശ്നമാണ്. അവനെ അടിക്കുന്നത് അതൊക്കെ റിയലിസ്റ്റിക് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരാൾ നടന്നു വരുന്നു, ഒരു ഉദാഹരണമാണ് പറയുന്നത്. അയാൾ നടന്നു വരുമ്പോൾ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ചെന്നിട്ട് അയാളെ ഭയപ്പെടുത്തുന്നു. ഇത് കണ്ട് ചിരിക്കുന്ന സമൂഹം ഉണ്ടല്ലോ, പ്രേക്ഷകർ. ഇതിൽ ആരാണ് ശരിക്കും പറ്റിക്കപ്പെടുന്നത്? ആരാ പറ്റിക്കപ്പെടുന്നത്? അയാൾ മാത്രം. ആ നടന്നു വരുന്ന ആൾ. നേരെ നടന്നു വരുന്ന ആൾക്ക് നമ്മൾ 500 രൂപ കൊടുത്തു, ചേട്ടാ വരുമ്പോൾ ഒന്ന് ഭയപ്പെടണമെന്ന് പറയുന്നു. പുള്ളി ഭയപ്പെടുന്നു. ആര് ചിരിക്കുന്നു? പ്രേക്ഷകൻ ചിരിക്കുന്നു. എന്ത് ആലോചിച്ചിരിക്കുന്നു? അയാൾ പറ്റിക്കപ്പെട്ടു എന്ന് കരുതി ചിരിക്കുന്നു. ഇവിടെ ആരാ പറ്റിക്കപ്പെട്ടത്? പ്രേക്ഷകർ. എന്തായാലും ഒന്ന് സംഭവിക്കുമോ? പറ്റിക്കപ്പെടും ആരെങ്കിലും. പറ്റിക്കപ്പെടും. അപ്പം അപ്പുറം ഇപ്പുറം പറ്റിക്കപ്പെട്ടിട്ടെന്ന് ഇവിടെ എന്താ ചെയ്യാനാണ്? അത് ലോകോത്തര പ്രാങ്കുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ഈ ചില സമയം ഞാൻ കൂടുതൽ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രാങ്ക്സ് ഈ എമിറേറ്റ്സിലൊക്കെ സ്ഥിരം അത് ഇഷ്ടം പോലെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തോരം പ്രാങ്കുകളാണ്, എല്ലാം സ്റ്റുഡിയോയിൽ ചെയ്യുന്ന പ്രാങ്കുകളാണ്, നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ്. അത് നമ്മളിരുന്ന് ചിരിക്കുന്നു. അവർക്ക് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. ചിലതൊക്കെ വലിയ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യുന്ന പ്രാങ്കുകളുണ്ട്, വലിയ സ്റ്റുഡിയോയിൽ. അപ്പം നമ്മളതിനെ രസിക്കാനപ്പുറത്തേക്കൊന്നും കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സത്യസന്ധത ഉണ്ടാകുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നോ അത് ചിന്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റുഡിയോ ചെയ്യുന്ന പ്രാങ്കുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ സ്റ്റുഡിയോയിൽ ഒരു പ്രാങ്ക് അതെ ആരെ പ്രാങ്ക് ഒന്ന് പേടിച്ചിരിക്കുകയാണ്. അനൂപിന് കയറി വരുമ്പോ ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നില്ലേ നമ്മളെങ്ങനെ ഇനി പ്രാങ്ക് ഞാൻ വന്നപ്പോണ്ട് വൈഷ്ണവിയും കൂടെ കൊണ്ടിറക്കിയേക്കും. അതെ, എന്തിനു വന്നു, ഇന്റർവ്യൂ കാണാൻ. അങ്ങനെ ഇന്റർവ്യൂ കാണാൻ വേണ്ടിട്ട് ഷാരൂഖ് ഖാൻ ഒന്നുമല്ലല്ലോ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ അല്ലല്ലോ ഇന്റർവ്യൂ എടുക്കുന്നത്. അതെ അതെ അതെ. ഓ അതുകൊണ്ട് വഴക്കം. നിങ്ങൾ വഴക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, മെസ്സിയുടെ വല്യമ്മയുടെ മോളോ മറ്റോ ആണ് അഹാനെ പ്രാങ്ക് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമായിരുന്നു. മെസ്സിയുടെ ഞാൻ മെസ്സി ഫാനാ. അപ്പൊ എനിക്ക് അർജന്റീന മെസ്സിയൊക്കെ എപ്പോഴും തലകളിലൂടെ ഓടുകയും ഞാൻ ഇങ്ങനെ കാണുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഇന്റർനാഷണലി ചെറിയ സാധനങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു തമാശ ഉണ്ടാവും. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയോ, അർജന്റീന എന്നുള്ള ഏതോ ഒരു ലാംഗ്വേജ് പറയുന്നുണ്ടായിരുന്നു, അതൊന്ന് കാണിച്ചു. അയ്യോ അത് കാണിക്കാം, ആ സമയത്ത് സംഭവിച്ചു.
അങ്ങനൊക്കെ സാധനങ്ങളാ. എന്നിട്ട് അവസാനം പക്ഷെ ഒരു ഇംഗ്ലീഷ് വാക്കൊക്കെ അതിനകത്തുണ്ട്. ഇംഗ്ലീഷ് വാക്ക് വരുമ്പോ അതിന് ഭയങ്കര ജെന്യൂനിറ്റി കൂടുതലാണ്. രജനീഷ് ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്നില്ല രജനീഷിന്റെ ഇന്റർവ്യൂവിൽ വേറെ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്ന കുറെ സാധനങ്ങൾ പറയാം. കാറ്, ബസ്, ഇന്റർവ്യൂ, ഇംഗ്ലീഷ് വാക്കുകൾ എല്ലാവർക്കും അറിയാം. അതെ, ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സോ സെക്കൻഡ് മാൻ വിത്ത് ഡെഫറിംഗ് വിത്ത് ഡെഫ് സച്ച് ഓഫ് ദി മെറ്റീരിയൽ, അടിച്ച് പയർ ചെയ്യും മക്കളെ. ഇത്രയും ഇംഗ്ലീഷ്, ഭയങ്കര ഇംഗ്ലീഷാണ് സത്യത്തിൽ പുള്ളി ഉണ്ടാക്കി പറയുന്നത്. ആക്സെന്റ് മാത്രം അങ്ങനെ ആക്കി. ആക്സെന്റ് ഭയങ്കര രസമാണ്. നമ്മൾ വിശ്വസിപ്പിക്കില്ലേ, മുഖത്ത് നോക്കി ഇരുന്നിട്ട് കള്ളം പറഞ്ഞാലും വിശ്വസിച്ചു പോലും. അതെ, ബാക്കി പറയാനില്ലേ എന്തെങ്കിലും പറഞ്ഞ അഹാനയുടെ അതൊരുപാട് ചർച്ച ചെയ്യും, രസകരമായിട്ട് ഒരുപാട് പേര് ട്രോളുകയും അതിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മെസ്സി എന്ന് കേൾക്കുമ്പോൾ ചിരി വരത്തില്ല. മെസ്സിയുടെ വല്യച്ഛൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ചിരി വരും. അല്ലെങ്കിൽ വല്യച്ഛൻ്റെ മോൻ അഭിനയിച്ച സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരാളെ വിളിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പ്രേക്ഷകരോട് ഒരു ജാമ്യം എടുക്കുന്നു. ഇതെന്ന് പറയുന്നത് ഇത് എൻ്റെ പ്രോഗ്രാം ഗുലുമാൽ എന്ന് പറഞ്ഞ ഷോ കാണുന്ന പ്രേക്ഷകർക്കാണ് കണക്ട് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് ഇത് കണക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ എപ്പിസോഡൊക്കെ തന്നെയാണ് സംഭവിച്ചു പോയത്. അയ്യോ, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചൂടാ. ഇന്റർവ്യൂവിൽ ഒരു രീതിയൊക്കെ ഇല്ലേ, ഒരു മര്യാദയൊക്കെ ഇല്ല. ഒരു നീതിയില്ല. നിങ്ങൾ ഓഫീസിന്റെ കറണ്ട് ചാർജ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അല്ല, ഇത് മറ്റേ നിങ്ങളുടെ പ്രാങ്കിൽ തന്നെ ഒരു ചോദിച്ചതുപോലെ എന്നാ തമിഴിലെ വിശേഷങ്ങൾ പറയുന്നു മഡോണ എടുത്ത് ചോദിച്ച സമയത്ത് തമിഴിൽ നല്ല വിശേഷം ഷാജോൻ പൊട്ടിച്ചിരിക്കുന്നു. ചേട്ടൻ ചെറിയ തമാശ വയനാട് ചിരിക്കുന്ന ആളാണ്. അതേപോലെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അഹാനയുടെ പ്രാങ്കിനെ കുറിച്ച് അഹാനയുടെ അനിയത്തിയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതെ അതെ, ദിയാണ്. അഹാനെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഡയലോഗ് ഭയങ്കര രസമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, അഹാനെ അടുത്ത് പറയുന്നുണ്ട് കാട്ടിലാണ് കഥ നടത്തുന്നത്. മായാവിയുടെ കഥയും കുട്ടൂസിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. പക്ഷെ കാട്ടിലാണ് കഥ നടക്കുന്നത്. ആ കുട്ടി ഇട്ടിരിക്കുന്ന പട്ടുപാവടയാണ്. അപ്പൊ അഹാന ചോദിക്കുന്നുണ്ട് കാട്ടിൽ പട്ടുപാവട എന്ന് ചോദിക്കുന്നു. അപ്പം അനൂപ് തിരിച്ചു പറയുന്നത് അറിയാമോ, കാട്ടിൽ പട്ടുപാവട ഇട്ട പട്ടുനൂൽ പുഴു കടിക്കുമെന്ന്. അപ്പൊ അത് കൗണ്ടർ കറക്റ്റ് ടൈമിൽ വരുമ്പോഴേ ശരിയല്ലേ, പട്ടുനൂൽ പുഴു ഇതെല്ലാം കൂടെ. അതെ, അങ്ങനെ കുറെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ തമാശകളുണ്ട്. ഞാനും ചില സമയത്ത് ഇരുന്നിട്ട് എൻ്റെ ടോവിനോടൊക്കെ എപ്പിസോഡ് കണ്ടിട്ടിരുന്നിട്ട് ഞാനും ചിരിക്കും. ചില സമയത്ത് ടെൻഷൻ വരുമ്പോഴും വിഷമം വരുമ്പോഴേക്കും എൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. അതെൻ്റെ പ്രേക്ഷകർ പറയും ഞങ്ങളാരും ചിരിക്കുന്നില്ലെന്ന് പറയും. ശരിയാണ്, പക്ഷേ ഞാൻ ചിരിക്കാറുണ്ട്. ചെറിയ തമാശകൾ കണ്ടാലും ഞാൻ ചിരിക്കും. അങ്ങനെ കുറേ എപ്പിസോഡുകളുണ്ട്, നല്ല കുറേ എപ്പിസോഡുകളുണ്ടായിരുന്നു. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഈ കഥ പറയാൻ വേണ്ടി വിളിച്ച് സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ അതൊന്നും ഒരു പ്ലാൻഡ് അല്ലാതെ നമ്മൾ സംസാരിക്കുകയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ മെസ്സി കടന്നു വന്നു, മെസ്സിയുടെ വല്യച്ഛൻ്റെ മോൻ, പിന്നെ രാജുവും രാധയും, മായാവിയുടെ കഥയൊക്കെ ടൊവിനോ മായാവിയായിട്ടും രാജുവായിട്ടും രാധയായിട്ട് അഹാനയും, അതിൻ്റെയൊക്കെ കുറേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ ഇത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അതിൻ്റെ കുറച്ച് ഫോട്ടോസ്, പടങ്ങൾ വരച്ച് പെൻസിൽ വെച്ച് വരയ്ക്കുന്നു, കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്നു, അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ അയച്ചു തരികയും അതിനെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു കുറേ. പിന്നെ അന്നത്തെ ഞാൻ ആ ചെയ്യുന്ന സമയത്തൊക്കെ ആ എപ്പിസോഡെല്ലാം തന്നെ ന്യൂസ് വാല്യൂസും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും അതിനെ എടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ എപ്പിസോഡും. പിന്നെ എല്ലാ എപ്പിസോഡുകളും ഞാൻ ചെയ്യുന്നത് 90% എപ്പിസോഡുകളും ട്രെൻഡിങ്ങിൽ വരുന്നുണ്ടായിരുന്നു യൂട്യൂബ്. അല്ല, അത് താരഗുലുമാൽ കൂടെ ആയിരുന്നത് കൊണ്ടായിരിക്കും. അത് തന്നെ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആ ഒരു സെലിബ്രിറ്റി പ്രാങ്കിന്റെ ഒരു വഴിയെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സൗഹൃദ സദസ്സിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എല്ലാവരും, മിക്കവാറുള്ള എല്ലാവരും നമ്മുടെ സൗഹൃദത്തിലുള്ള ആൾക്കാരായി മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കി കണ്ടിരുന്ന ടി വിയിലൂടെ സിനിമയിലൂടെയും കണ്ടിട്ടിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളായി എന്നുള്ളത് തന്നെയും ഈ ജീവിതത്തിൻ്റെ നമ്മുടെ ഉദ്ദേശം കറക്റ്റായിരുന്നു, യാത്ര കറക്റ്റായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്.